ഷൊർണൂർ അൽ അമീൻ കോളേജിലെ വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ വിഷയത്തിൽ സംസ്ഥാന യുവജന കമ്മീഷന്റെ ഇടപെടൽ. നടപടി നേരിട്ട വിദ്യാർത്ഥികളിൽ നിന്നും കോളേജിലെത്തി മൊഴിയെടുത്തു. കമ്മീഷൻ അംഗം കെ ഷാജഹാൻ, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എം രൺദീഷ്, അഡ്വക്കേറ്റ് സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുത്തത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30-ക്കാണ് സംഘം കോളേജിലെത്തിയത്. രാത്രി 7:15-ഓടെയാണ് മൊഴിയെടുക്കൽ നടപടികൾ പൂർത്തിയായത്. കോളേജിലെ ഹോസ്റ്റൽ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത 4 വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത്. ഒരാഴ്ചയ്ക്കുള്ളിൽ വിഷയം പരിഹരിച്ച് നടപടി നേരിട്ട വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാൻ കമ്മീഷൻ കോളേജ് അധികാരികളോട് നിർദ്ദേശിച്ചു. കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ, അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടുന്ന അധികാരികളുടെയും മൊഴി രേഖപ്പെടുത്തി. കുട്ടികളുടെ പരാതികളിൽ കഴമ്പുണ്ടെന്ന് കമ്മീഷനെ ബോധ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണപുരവും സ്കൂളിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ നമുക്കറിയാം. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ വളരെ പെട്ടെന്ന് തന്നെ വിഷയത്തിൽ ഇടപെട്ട് വിദ്യാർത്ഥികളുമായി സംസാരിച്ചിരുന്നു, കോളേജ് അധികാരികളുമായി സംസാരിച്ചിരുന്നു. വിഷയത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം, മറ്റു പ്രശ്നങ്ങൾ ആരുടെയും ഭാവിയെ തകർക്കാത്ത രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാവണമെന്നുള്ളതാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികളും മറ്റുമായി എല്ലാം തന്നെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ കുറച്ച് മുൻകാലങ്ങളിലുള്ള കുറച്ച് പരാതികളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, അതെല്ലാം മൊഴികളിലുണ്ട്. അതിൻ്റെ തെളിവെടുപ്പിൽ അതെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ പരിഹരിച്ചു പോകാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അന്വേഷണത്തോട് പൂർണ്ണമായി സ്ഥാപനം സഹകരിച്ചിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.